കഴിഞ്ഞ ദിവസമാണ് ലോറിയും അർജുൻ്റെ മൃതശരീരത്തിൻ്റെ ഭാഗങ്ങളും കണ്ടെത്തിയത്. അതിനുശേഷം നമ്മൾ അർജുൻ അപകടത്തിൽപ്പെടുന്ന ഇല്ലെങ്കിൽ ഈ ദുരന്തം സംഭവിച്ചതിന് ശേഷം നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന മുഖം മനാഫിൻ്റേതാണ്, സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്ന ശബ്ദം മനാഫിൻ്റേതാണ്, സ്ഥിരമായി മാധ്യമങ്ങളോട് പ്രത്യേകിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്ന ആളും ഇത്രയും ദിവസം അവിടെ ഉണ്ടായിരുന്ന ആളും മനാഫാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനാഫിൻ്റെ ഒരു ആത്മാർത്ഥത, മനാഫ് എന്ന മനുഷ്യനെ കുറച്ചുകൂടി ഇന്നലെയാണ് അടുത്തറിഞ്ഞത്. കാരണം അതിലുണ്ടാവും എന്നുള്ള ആ ആത്മവിശ്വാസം, പ്രതീക്ഷയൊക്കെ ഇത്രയും ദിവസം പങ്കുവച്ച ആൾ മനാഫ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരാണ് മനാഫിനെ കുറിച്ച് എഴുതുകയും അദ്ദേഹം സംസാരിച്ച കാര്യങ്ങൾ പങ്കുവെക്കുകയും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ മനാഫിൻ്റെ കാര്യത്തിൽ എഴുത്ത് നടത്തുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ മനാഫിനെ കുറിച്ച് വളരെ മോശമായിട്ട്, അതായത് ഒരു ഘട്ടം, രണ്ടാം ഘട്ടം തെരച്ചിലൊക്കെ അവസാനിപ്പിച്ചപ്പോൾ തന്നെ ചില യൂട്യൂബർമാരും അതുപോലെ ചില കേന്ദ്രങ്ങളുമൊക്കെ മനാഫിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള വീഡിയോ ചെയ്യുകയും അദ്ദേഹത്തെക്കുറിച്ച് എഴുതുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പം അത് ഇന്നലെ കുറച്ചുകൂടി രൂക്ഷമായത് കാണാം ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് മനാഫ് എന്ന മനുഷ്യനെ കുറിച്ച്, ഒരു മനാഫ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹവും സന്തോഷവും ഒക്കെ പങ്കുവയ്ക്കുന്ന കാര്യങ്ങളും കാണാം. അപ്പം ഇത്തരത്തിലൊരു ആക്രമണം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതാണ് അജിംസ്. ഒരു മനുഷ്യൻ നമുക്ക് ഒരു സംശയമില്ലാതെ വിളിക്കാൻ പറ്റുന്ന ഒരു ആളായിട്ടാണ് എനിക്ക് മനാഫിനെ തോന്നുന്നത്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു മനാഫ് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവും. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ സംസാരവും ഇത്രയും ദിവസം ഒരാൾക്ക് വേണ്ടി, ഒരു കൂട്ടുകാരന് വേണ്ടി അങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും സാധിക്കില്ല. നമുക്ക് പോലും ഒരു 5 ദിവസത്തിൽ കൂടുതൽ ഒരു സുഹൃത്തിന് വേണ്ടി ഒരു ആശുപത്രിയിൽ പോലും ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാൻ പറ്റുന്ന മാനസികാവസ്ഥ ഉണ്ടാകില്ല, ശാരീരികാവസ്ഥ ഉണ്ടാകില്ല, സാഹചര്യം ഉണ്ടാകില്ല. പക്ഷേ മനാഫ് അതിനപ്പുറത്തേക്ക് എത്തിപ്പോയ മനുഷ്യനാണ്. അപ്പോൾ ഇത്രയധികം ആക്രമണങ്ങൾ എന്താണ് അത് മനസ്സിലാക്കുന്നത്? ഞാൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം, ഗംഗാവലി പുഴയുടെ തീരത്തുള്ള പ്രതികരണപ്പോൾ എനിക്ക് സ്വയം ഒരു കുറ്റബോധമാണ് തുടക്കത്തിൽ. അതിൻ്റെ കാരണം, ഈ ഗംഗാവലി പുഴയുടെ തീരത്ത് ഷിരൂരിൽ അർജുന് വേണ്ടി തെരച്ചിൽ ആരംഭിക്കുമ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ കാണുകയും വാച്ച് ചെയ്യുകയും ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് മനാഫ് ഒരു ശല്യക്കാരനാണെന്നാണ് ആദ്യം എനിക്ക് തോന്നിയത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഈ മണ്ണിടിഞ്ഞ് കിടക്കുന്നിടത്ത് തന്നെയാണ് ലോറി, അവിടെ തന്നെ തരയണം എന്ന് പറഞ്ഞ് മനാഫ് വാശി പിടിക്കുകയും നിരന്തരം മാധ്യമങ്ങളിലൂടെ അത് അധികൃതരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം എന്താണ് പറയുക, ഒരുതരം അസ്വസ്ഥനായിക്കൊണ്ട്, ഒരുതരം അസ്വസ്ഥതയോടുകൂടി ആ എല്ലാ കാര്യങ്ങളും ഇടപെടുകയും അദ്ദേഹം നിരന്തരം പ്രതികരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അവിടെ NDRF ഉണ്ടല്ലോ, നേവി ഉണ്ടല്ലോ, സൈന്യം ഉണ്ടല്ലോ, അവർ ചെയ്തു കൂടില്ലേ? ഇതിന് എന്തിനാണ് ഇത്ര ഇങ്ങനെ അസ്വസ്ഥനാവുന്നത് എനിക്ക് തന്നെ തോന്നിയിരുന്നു. എന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നിയാൽ, എനിക്ക് കുറ്റബോധം ഉണ്ടാക്കിയതാണ്, ഇങ്ങേരു കാരണമല്ലേ അത്രയും സമയം ആ മൺകൂന മാറ്റിക്കൊണ്ട് അവിടെ ലോറി ഉണ്ടോ എന്ന് നോക്കാൻ പോയി, ആ സമയം പുഴയിൽ തെരച്ചിൽ നടത്തേണ്ടതായിരുന്നില്ലേ എന്നുപോലും എനിക്ക് ഉള്ളിൽ തോന്നിപ്പോയി. പക്ഷേ മനാഫ് ഏതൊരു വികാരത്തിൻ്റെ പുറത്താണ് അത് ചെയ്തതെന്ന് ഇന്നലെ അത് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നിപ്പോയ ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ മനാഫ് എന്ന് പറയുന്ന ഒരു ആള്, മനാഫ് എന്ന പേര് ഒരു പ്രശ്നമാണല്ലോ, മനാഫ് എന്നൊരു പേര് പ്രശ്നമാണ്. മനാഫ് എന്ന് പറയുന്ന ഒരാൾ, അർജുൻ എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി ഈ തെരച്ചിൽ നടത്തുക, അയാളിങ്ങനെ ഇത്ര 70 ദിവസം കാത്തിരിക്കുക, ആ മൃതദേഹം കിട്ടുമ്പോൾ അയാൾ വികാരാധീനാവുക. ആ സമയങ്ങളിൽ ഈ 70 ദിവസത്തിനിടയിൽ എൻ്റെ ഒരു യൂണിവേഴ്സിറ്റി ഇല്ലാത്തൊരു കാര്യമാണത്. ഞാൻ കാണാറില്ല ഇത്തരം ഈ വിദ്വേഷ ചാനലുകൾ. ചില വിദ്വേഷ ചാനലുകൾ ഇന്ന് ചിലർ ഷെയർ ചെയ്ത് ഞാൻ കണ്ടിരുന്നു. അതിലൊക്കെ ഈ മനാഫിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ, അത് മനാഫായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അതാണ് മനസ്സിലാക്കേണ്ടത്. അത് വേറൊരാളാണെങ്കിൽ അങ്ങനെ പറയില്ല. മനാഫ് എന്നുള്ള പേരാണ് പ്രശ്നം. അത്രമാത്രം അധിക്ഷേപാർഹമായ കാര്യങ്ങളാണ്. അതായത് ആ ലോറിയിൽ എന്തൊക്കെയോ കള്ളക്കടത്തുണ്ടായിരുന്നു, അത് കിട്ടാൻ വേണ്ടിയാണ് അയാൾ ശ്രമിക്കുന്നത്, അല്ലാണ്ട് അർജുന് വേണ്ടിയല്ല അയാൾ അത് ശ്രമിക്കുന്നത്. അവനെ പിടിച്ച് ചോദ്യം ചെയ്താൽ ലോറി എവിടെ ഉണ്ടെന്ന് അറിയാം എന്നൊക്കെ രീതിയിൽ എന്താണ് ഈ ഒരുപക്ഷെ അർജുനെ തട്ടിക്കളഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ അർജുനും മനാഫും ചേർന്ന് വേറെ എന്തെങ്കിലും ചെയ്തായിരിക്കും. മരിച്ചു അർജുനെ പറ്റി പോലും അതിൻ്റെ പരാമർശമുണ്ട്. അപ്പോൾ ഇത്രയും ഈ പറയുന്ന നിഷാദ് മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണെന്ന് PV അൻവർ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള കൈകോർക്കലല്ല. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ വിദ്വേഷ യൂട്യൂബർമാരാണ്. ഇവരുൽപ്പാദിപ്പിച്ചുവിടുന്ന കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന മനുഷ്യന്മാർ, വിദ്യാസമ്പന്നരായ മനുഷ്യന്മാർ. ഞാൻ അതങ്ങനെ അടിവരായിട്ട് പറയും. നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വെറുതെ നോക്കിയാൽ ആളുകൾ എന്താണ് കൺസ്യൂം ചെയ്യുന്നത് മൊബൈൽ ഫോണിൽ, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. വളരെ മാന്യം തോന്നുന്ന വിദ്യാസമ്പന്ന ആളുകൾ ഈ കണ്ടന്റാണ് അവർ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഏഷ്യാനെറ്റോ 24 മീഡിയ ആവണോ റിപ്പോർട്ടറോ ഒന്നും അല്ലേ ആളുകൾ കാണുന്നത്. അവർ വാർത്ത എന്ന പേരിൽ കാണുന്നത് ഈ കോട്ടിട്ടും ഇടാതെയും വന്നിരുന്ന് വായി തോന്നിയത് വിളിച്ച് പറയുന്ന ഈ സൈസുള്ള വിദ്വേഷ യൂട്യൂബർമാരുടെ കണ്ടന്റാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ എല്ലാം ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഉള്ള യൂട്യൂബ് ചാനലുകൾ, ഫോളോവേഴ്സുള്ള യൂട്യൂബ് ചാനലുകൾ വഴി ഈ മാതിരിയുള്ള വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മനാഫ് എന്നൊരു വ്യക്തിക്കെതിരെ, ഏതെങ്കിലും പാർട്ടിക്കെതിരെ, ഒരു സമൂഹത്തിനെതിരെയോ അല്ല, ഒരു വ്യക്തിക്കെതിരെ. അയാളിത് കാണുന്നുണ്ടാവുമല്ലോ, ഈ 70 ദിവസം ഈ മനുഷ്യനത് കാണുന്നുണ്ടാവും. അതുകൂടിയാണ് ഇന്നലെ അയാൾ വികാരാധീനാവാൻ കാരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും അത് ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ
ഒരു വലിയ മാതൃകയാണ്. സാധാരണ മനുഷ്യരൊക്കെ അങ്ങനെ തന്നെയാണ്. ഞാനും ധന്യയും നിഷാദും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. മനാഫിനെ പോലുള്ള മനുഷ്യരാണ്. നമ്മളെ അതല്ലാതാക്കി മാറ്റുന്നത് എന്താണ്? ഈ വിദ്വേഷ പ്രചാരണമാണ്. നമ്മളതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ മനാഫിൻ്റെ ആ പ്രതികരണത്തെ നമ്മളിങ്ങനെ ഗ്ലോറിഫൈ ചെയ്യേണ്ടതുണ്ടോ എന്ന് ഒരു ക്വസ്റ്റ്യനുണ്ട്. മനാഫ് അങ്ങനെയല്ലേ ചെയ്യണം, നമ്മളൊക്കെ അങ്ങനെയല്ലേ ചെയ്യാറ്. നമ്മുടെ ഒരു സുഹൃത്തിനെ കാണാതായ നമ്മളിങ്ങനെയൊക്കെ ചെയ്തിരിക്കും അല്ലേ? തിരിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ ഒരു സുഹൃത്താണ് ഇങ്ങനെ പുഴയിൽ പോയതെങ്കിൽ 70 ദിവസം നിങ്ങൾ ഗംഗാവലി പുഴയിൽ കാത്തു നിൽക്കുമോ എന്നൊരു ക്വസ്റ്റ്യനുണ്ട്. അതിന് ചിലർക്ക് മറുപടി പറയാൻ കഴിയില്ല. നമ്മൾ നിൽക്കുമോ? ഞാൻ നിൽക്കുമോ? ഞാൻ തന്നെ ആ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു. എൻ്റെ ഒരു സുഹൃത്താണ് ഗംഗാവലി പുഴയിൽ കാണാതായി. ഇനി എൻ്റെ വണ്ടിയിലോ അല്ലെങ്കിൽ വേറൊരാളുടെ വണ്ടിയിലോ എന്തോ അവസ്ഥയിലാവട്ടെ, ഞാൻ 70 ദിവസം ജോലിയൊക്കെ കളഞ്ഞ് എൻ്റെ കുടുംബം നോക്കാതെ ഞാൻ അവിടെ പോയി ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ നിൽക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഗ്ലോറിഫൈ ചെയ്യപ്പെടേണ്ട തന്നെ ഒരു ഉദാത്തമായ മാതൃക തന്നെയാണ് മനാഫിൻ്റേത്. അത് ഈ മനാഫിൻ്റെ കാര്യം പ്രത്യേകമായി എടുത്തു പറയേണ്ടത്, ഈ പറയുന്ന ഇസ്ലാമോഫോബിയയുടെ ഈ കാലഘട്ടത്തിൽ, വിദ്വേഷ പ്രചാരണത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ആ മനുഷ്യൻ വേട്ടയാടുമ്പോൾ ഒരാളും അയാളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹം പിന്തുണ മീൻസ് അർജുനെ കണ്ടെത്താനുള്ള പിന്തുണ ആവശ്യപ്പെട്ട് മാധ്യമങ്ങളുടെ ഓഫീസർ കയറി ഇറങ്ങിയിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. അദ്ദേഹം നടക്കുകയായിരുന്നു, 7 ദിവസം അദ്ദേഹം അലഞ്ഞു നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ, ഒരു വ്യക്തിയാണ് ഈ മുഴുവൻ വിദ്വേഷം ഏറ്റുവാങ്ങിയത്. ഒരു വ്യക്തിയാണ് എന്തെങ്കിലും പ്രതീക്ഷ കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ട് ആ ഗംഗാവലി പുഴയുടെ തീർത്ത് നിന്നത്, അസ്വസ്ഥനായി മാധ്യമങ്ങളുടെ മുമ്പിൽ ഓടി നടന്നത്, അധികൃതരുടെ പോയി കാല് പിടിച്ചത്, ഇതെല്ലാം ഒരു വ്യക്തിയാണ്. ഒരു സമൂഹമോ ഒരു പാർട്ടിയോ ഒരു ആൾക്കൂട്ടമോ പോലും അല്ല എന്ന് വിചാരിക്കുക. അപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കുക. നിഷാദ്, ഇവിടെ ഈ പറഞ്ഞ യൂട്യൂബർമാരുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ തിരുത്താൻ പോകുന്നില്ല, പക്ഷേ അതിനെന്തായാലും ഒരു കൺട്രോൾ വരേണ്ടതാണ്. പക്ഷേ ഇത് ഇപ്പോൾ നമ്മൾ വാർത്തയിൽ നിന്നല്ല, ഇവർ ഈ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം റോഡിൽ ഒരാൾ ആക്സിഡൻ്റായി കിടന്നു, അതായത് ഹിന്ദുവായ ഒരാൾ റോഡിൽ പരിക്കേറ്റ് കിടക്കുന്നു, മുസ്ലിമായ വഴിയിൽ കൂടെ പോയ ഒരാൾ രക്ഷിക്കുന്നു, ഇതാണ് ഹെഡർ വരുന്നത്. അതായത് ആ തരത്തിലാണ്, അതായത് ആ പരിക്ക് പറ്റിയ ആൾക്ക് എന്ത് പറ്റി, ഇല്ലെങ്കിൽ രക്ഷിച്ചത് എത്ര നല്ല കാര്യം എന്നതിനപ്പുറത്തേക്ക് ഇതാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം അതിലേക്ക് കൂടുതൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊരു വലിയ അപകടം ഉണ്ടാക്കും എന്ന്. എൻ്റെ കാര്യം എന്താണ്, എല്ലാവർക്കും അറിയാം. നമ്മൾ കൂടുതൽ ഡിവൈഡഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നറിയാവുന്നതുകൊണ്ടാണ് യൂണിറ്റിയുടെ എല്ലാ സന്ദേശങ്ങളും നമുക്ക് പുതുമയുള്ളതും വാർത്തയുള്ളതാവുന്നത്. നമ്മൾ കൂടുതൽ ഇൻക്ലൂസീവായി, കൂടുതൽ ഇഴയടുപ്പത്തോടെ ജീവിക്കുന്ന മനുഷ്യരാണെങ്കിൽ അത്തരം ഇഴയടുപ്പത്തിൻ്റെ വാർത്തകൾ, പരസ്പര സഹായത്തിൻ്റെ വാർത്തകൾ നമുക്കൊരിക്കലും വാർത്തയല്ല. അതിനൊരു പുതിയൊരു നത്തിങ് ന്യൂ അതിനകത്ത് പുതുതായിട്ടൊന്നുമില്ല. ഇവിടെ നമ്മളെ വളരെ ആസൂത്രിതമായി നമ്മളെ വിഘടിപ്പിക്കാൻ, നമ്മളെ ശത്രുക്കളാക്കാൻ, പരസ്പരം പോരടിക്കാൻ, മതം മറ്റേതാണെങ്കിൽ വേറേതാണെങ്കിൽ നമ്മുടേതല്ലെങ്കിൽ അവനെ വെറുക്കൂ, കാരണങ്ങളില്ലാതെ വെറുക്കൂ എന്ന് പഠിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രം വേരാഴ്ത്തിയ ഒരു കാലമാണ്. ആ കാലത്ത് ഇതൊക്കെ വാർത്തയാണ് എന്നത് കാണണം. അപ്പോൾ ഇതിനകത്ത് അത്ഭുതമൊന്നുമില്ല. ഒരു മുസ്ലിം നാമധാരിയായ ഒരാൾ ഒരു പോപ്പുലർ ഇഷ്യൂവിൽ മുമ്പിൽ വന്നാൽ അയാൾക്ക് മേൽ തീവ്രവാദത്തിൻ്റെ എന്താ പറയുന്നത്, അയാൾ ജിഹാദിയാണെന്ന് നെഗറ്റീവ് അർത്ഥത്തിൽ പറയുക, തീവ്രവാദിയാണെന്ന് പറയുക, അയാൾക്ക് ദുരുദ്ദേശമുണ്ട്, അയാൾ കള്ളക്കടത്തുകാരനാണ്, രാജ്യവിരുദ്ധനാണ് എന്ന് പറയുന്നത് പുതിയ ഒരു കാര്യമല്ല. രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് മൈനോറിറ്റി ഇതിലുള്ള ആളുകളൊക്കെ ഈ ആക്ഷേപം കേൾക്കാതെ മരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും കാര്യങ്ങൾ സീരിയസ് ആയിട്ടുണ്ട്. പക്ഷെ നോക്കൂ, നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇവരെ ഈ വർഗീയവാദികളെ തിരുത്തുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല. ഇത് കൺസ്യൂം ചെയ്യുന്ന ആളുകൾ വിദ്യാസമ്പന്നരാണെന്ന് പറയുമ്പോൾ ഇത് ഉണ്ടാക്കി വിടുന്ന ആളുകളും വിദ്യാസമ്പന്നരാണ്. സ്കൂളിലൊക്കെ പോയി നല്ല വിദ്യാഭ്യാസവും ധാരണയൊക്കെ ഉള്ള ആളുകളാണ് ഈ വെറുപ്പ് അധികവും പറയുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിയോ, ഈ നമ്മുടെ കേരളത്തിലെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൃത്തികെട്ട വെറുപ്പ് പറയുന്ന 5 പേരെ എണ്ണിയെടുത്താൽ 5 പേര് നല്ല വിദ്യാഭ്യാസ യോഗ്യതകളായിരിക്കും. വലിയ കാര്യത്തിൽ ഇംഗ്ലീഷിലൊക്കെ വർത്തമാനം പറയുന്ന ആൾക്കാരാണ് 1ാം ക്ലാസ് വെറുപ്പിൻ്റെ ഉസ്താദന്മാരായിട്ടുള്ള ഈ പറയുന്ന വർഗീയവാദികൾ. അപ്പോൾ അവരുടെ വളരെ പർപ്പസ്ഫുള്ളായിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നോക്കൂ, ഈ ഒരു യൂട്യൂബ് ചാനലിനകത്ത് വന്നിരുന്നു നിങ്ങൾക്ക് വൃത്തികേടും വെറുപ്പും പറയുക എന്ന് വെച്ചാൽ, യൂട്യൂബ് ചാനൽ ഇവിടെ എങ്ങനെ പ്രവർത്തിക്കണം, അതിൻ്റെ കണ്ടന്റ് എന്തായിരിക്കണം എന്ന കാര്യത്തിൽ നിയമവും വ്യവസ്ഥയൊക്കെയുള്ള ഒരു രാജ്യമല്ലേ ഇത്. ആ നിയമം പരിപാലിക്കാൻ ആവശ്യമുള്ള സംവിധാനമുള്ള ഒരു സംസ്ഥാനമല്ലേ ഇത്. ഇപ്പോൾ ഈ മനാഫിൻ്റെ കാര്യം, മനാഫിനെ ഏറ്റവും അധിക്ഷേപ വർത്താനം പറഞ്ഞ ആൾ ഇതിന് മുമ്പ് നമ്മുടെ സഹപ്രവർത്തകയായിരുന്ന സ്മൃതി പരുത്തിക്കാട്ടിനെതിരെ പുളിച്ച വർഗീയത വിളിച്ചു പറഞ്ഞ ആളാണ്, വൃത്തികേട് പറഞ്ഞ ആളാണ്. നമ്മൾ കേസ് കൊടുത്തു പോലീസ് അയാളെ ദീർഘദിവസങ്ങൾക്ക് ശേഷം അറസ്റ്റ് ചെയ്ത് വിട്ടയക്കാൻ പറ്റും. അറസ്റ്റ് ചെയ്ത് നമ്മളെ ഇൻഫോം ചെയ്യുക പോലും ചെയ്തില്ല. ഇപ്പോൾ അയാൾ സ്വതന്ത്രനായി വന്ന് അതേ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്, ഈ സിസ്റ്റം തന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള കോൺഫിഡൻസ് ആയിക്കൊണ്ട്. അല്ല, എന്ത് മോശം സംഗതി. വിഷം എനിക്ക് രാവിലെ കൊള്ളാവുന്ന എല്ലാ ഫ്രൂട്ട്സിലും ഭക്ഷണ സാധനത്തിലും ചേർത്ത് വിൽക്കാൻ പറ്റും, നിയമമുണ്ട്, പിടിക്കപ്പെടും. പക്ഷേ ഇത് നടക്കുന്നുണ്ട്. ഇത് നടക്കുന്നതിന് നിയമപരമായി ഒരു തരത്തിലുള്ള തടസ്സവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഓരോ കണികയും എടുത്ത് ഓഡിറ്റ് ചെയ്യാനും, അവരെ നശീകരണ മാധ്യമ പുറത്തെടുത്ത് വിളിക്കാനും, അവരെ പൂട്ടാനും, അവർക്കെതിരെ കേസെടുക്കാനും കാണിക്കുന്ന ആവേശത്തിൻ്റെ 10-1 ഇവിടുത്തെ ഭരണകൂടം ഈ വിദ്വേഷ യൂട്യൂബർമാർക്കെതിരെ, വിദ്വേഷ കണ്ടന്റ് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ എടുക്കുന്നില്ല. നിങ്ങൾ തമിഴ്നാട്ടിലൊക്കെ പോയി നോക്ക്. തമിഴ്നാട്ടിൽ ഇത്തരം കണ്ടന്റുകൾ ഉൽപ്പാദിപ്പിച്ച് വിടുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി പല ഘട്ടത്തിൽ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്.
ഇവിടെ എടുക്കത്തില്ല. ഇവിടെ എടുക്കത്തില്ലാത്തതിന് കാരണം എന്താണ്? ഇവിടുത്തെ പോലീസിൽ ആരുടെ കയ്യിലായിരിക്കുന്നത്? സംഘിന്റെ കയ്യിലാണ് അതിന്റെ പിടിയിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും കേസ് പിണറായി വിജയന്റെ കയ്യിലാണെന്നാണ് അൻവർ പറയുന്നത്. അതില് പരിശോധന വേണ്ടി ആശയക്കുഴപ്പം ആവശ്യമുള്ള സംഗതിയാണത്. പിണറായി വിജയൻ എൻ്റെ കയ്യിലാണെന്നും പറയുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതിനകത്ത് പിണറായി വിജയൻ്റെ അടുത്ത് പരാതിയായിട്ട് നിങ്ങൾ ചെല്ലുന്നു. അപ്പോൾ പിണറായി വിജയൻ എന്ത് ചെയ്യുന്നു? അജിത് കുമാറോട് ചോദിക്കുന്നു, ഇങ്ങനെ നാട്ടിലാകെ വിദ്വേഷ യൂട്യൂബർമാർ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അജിത് കുമാർ ഒരു നീണ്ട മറുപടി എഴുതി കൊടുക്കുന്നു. നാട്ടിലാകെ വിദ്വേഷ യൂട്യൂബർമാർ പ്രവർത്തിക്കുന്നു എന്നത് തെറ്റായ കാര്യമാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനമാണ് കേരളത്തിലേത്. അത് എത്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരെ പിടിക്കുന്നു? ഈ ആരോപണം ഉന്നയിച്ചത് ഏതെങ്കിലും തീവ്രവാദിയോ സ്വർണ്ണക്കള്ളക്കടത്തുകാരനുമായിരിക്കും. ഇദ്ദേഹം ഇത് തെറ്റാതെ നന്നായി വായിക്കും കേട്ടോ. അദ്ദേഹം ഒരു പ്രസ് മീറ്റ് വിളിച്ച് അത് ദീർഘമായി വായിച്ചത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുര്യോഗം. അപ്പോൾ നോക്കൂ, ഈ കേസിനകത്ത്, ഈ വിഷയത്തിനകത്ത് അർജുൻ്റെ കുടുംബം ഞങ്ങൾക്കെതിരെ ദുരാരോപണങ്ങളും കുപ്രചരണവും നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരടക്കം എല്ലാവരും ഈ പരാതി റൈസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ അവരുടെ മറുപടി പ്രസംഗത്തിൽ പോലും ഞങ്ങൾക്കെതിരെ വിദ്വേഷ പ്രചരണം ഉണ്ടായെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അർജുനെ ചേർത്ത് നിർത്തുന്നു എന്ന് പറഞ്ഞൊരു ഭരണകൂടം ഈ വിഷയത്തിൽ അർജുന് വേണ്ടി പോരാടിയ മനാഫിനും അർജുൻ്റെ കുടുംബത്തിനും ഉണ്ടായിട്ടുള്ള ഈ വേദന പരിഹരിക്കാൻ, അവരെ ആക്രമിക്കപ്പെട്ടവർക്കെതിരെ കർശന നടപടിയെടുത്ത് മാതൃകാപരമായ മനുഷ്യത്വത്തിൻ്റെ മാനവികത സന്ദേശം കൊടുക്കാൻ തയ്യാറാവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ മനാഫ് ഒറ്റപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് ഭരണകൂടം അയാളെ ഒറ്റപ്പെടുത്തുകയാണ്. നമ്മളിപ്പം ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാവരും അയാളെ ചേർത്ത് പിടിക്കുന്നു. എല്ലാ സെലിബ്രിറ്റീസും അദ്ദേഹത്തിലുള്ള സ്നേഹവും ആദരവും പങ്കുവെക്കുന്നു. ഭരണകൂടം എന്താ ചെയ്യുന്നത്? ഭരണകൂടം അയാളുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നത് അയാൾക്കെതിരെ അയാളുടെ കണ്ണ് നിറയിച്ച, അയാളെ ഒറ്റപ്പെടുത്തി വേട്ടയാടിയ വിദ്വേഷ പ്രചാരകർക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് കേരളത്തിൽ ഇത് പറ്റില്ല, കേരളം വേറെ ഒരു നാടാണ് എന്ന് പറയണ്ടേ? അത് പറയുന്നതിന് പകരം ആ പ്രശ്നം ഉന്നയിക്കുന്ന അൻവറിനെ മലപ്പുറത്തെ കള്ളക്കടത്തുകാരനാക്കിയാൽ മനാഫുമാരുടെ കണ്ണുനീര് ഇനിയും ഈ കേരളത്തിൽ ആവർത്തിക്കപ്പെടുമെന്നാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഭരണകൂടത്താലെ നിരാശപ്പെടാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യരായ മനുഷ്യർ മനാഫുമാരുണ്ടല്ലോ ബാക്കിയെന്നതിൽ നമുക്ക് ആശ്വസിക്കാം.